എന്താണ്? ലൊയ്ക്കബാദ്, എ ബ്യൂട്ടിഫുൾ സ്വിസ് ആൽപൈൻ വില്ലേജ്. ഇവിടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോഴേ ഞാനും അത്രേ വിചാരിച്ചുള്ളൂ, എ ബ്യൂട്ടിഫുൾ സ്വിസ് ആൽപൈൻ വില്ലേജ്. പക്ഷേ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിനും ഒക്കെ മുകളിൽ ഇവിടേക്ക് ആളുകൾ വരുന്നതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് തെർമൽ സ്പ്രിങ്സ്, നാച്ചുറൽ തെർമൽ സ്പ്രിങ്സ്. അതും 65, ഒന്നും രണ്ടും അല്ല, 65 തെർമൽ സ്പ്രിങ്സ് ഉണ്ട് ഇവിടെ. ഈ തെർമൽ സ്പ്രിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിണറ്റിൽ വെള്ളം വരൂലേ, ഉറവ വെള്ളം എന്ന് പറയും, അതേപോലെ ഇവിടെയും ഉറവയ്ക്കകത്തുനിന്ന് വെളിയിലേക്ക് വരുന്ന വെള്ളം, ഭൂമിക്ക് ചെറിയ ചെറിയ ക്രാക്സിലൂടെ വെളിയിലേക്ക് വരുന്ന വെള്ളം തെർമൽ, ചൂടുള്ള ഹോട്ട് വാട്ടറാണ്. അതും 51 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ വെള്ളം വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ്. കാരണം അതിന് ഭയങ്കര കാൽഷ്യം സൾഫേറ്റ് റിച്ച് ആണ് അവിടുത്തെ വെള്ളം. അതുകൊണ്ട് തന്നെ ഇതിന് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ വരുന്നത് ഇവിടെ ബാത്ത് ചെയ്യാനും. കാരണം ഇവിടെയാണ് യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് ആൽപൈൻ തെർമൽ സ്പാ ഉള്ളത്. അതുകൊണ്ട് ഇവിടേക്ക് നിറയെ ആളുകൾ വരും, എസ്പെഷ്യലി ഇൻ വിൻ്റർ. കാരണം ചുറ്റും സ്നോ കവേർഡ് മൗണ്ടൻസിലൊക്കെ കണ്ട്, ഇങ്ങനെ സ്നോഫോളൊക്കെ കണ്ട് ചൂടുവെള്ളത്തിൽ കിടക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പം നേരെ പെട്ടിയും പാക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ലൊയ്ക്കബാദ്. ആണോ? Cold at all. It's not cold? Not like normal. Oh, Normally fountains are cold. yeah. This is so cold. Yeah, well, let's go. പിന്നെ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് തെർമൽ സ്പായിൽ പോകാനോ ബാത്ത് ചെയ്യാനോ ഒന്നുമല്ല, ഞങ്ങളൊരു ഹൈക്കിനാണ് വന്നേക്കുന്നത്. ഫ്രം ഹിയർ നമ്മുടെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സ്മെല്ലുണ്ട്. നോക്കട്ടെ. ആ നേരാ, ഞങ്ങൾ തുടങ്ങി. ആദ്യം ഫസ്റ്റ് കയറിയിട്ട് പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്ന പോലെയാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ കുറച്ച് കേട്ടുണ്ടാവും. അടിപൊളി വഴിയിൽ കൂടി പോകാമെന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോൾ വായിച്ച് നോക്കിയപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് കുറച്ചൊരു റിസ്കി സ്ഥലമാണ്, കുറച്ച് സൂക്ഷിക്കണം എന്ന് കണ്ടു. അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. There is like we can go on a bridge. Yeah. And there'll be a bucket there. Yeah. We can load it down Yeah. and take it up. It's thermal spring water. So it is 50 degrees the water. Yeah, 51. Yeah. And there are 64 of these a day. 64 ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് മൊത്തത്തിൽ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മളിന്ന് പോകുന്ന ഒരു ബ്രിഡ്ജിൻ്റെ കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ കപ്പി ഇട്ടിട്ട്, കപ്പി ഉണ്ടാവും, അപ്പോൾ കോരി ബക്കറ്റിൽ കോരി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ വാട്ടർ. കയറി തുടങ്ങി. കുറച്ചൊരു തുടക്കത്തിലൊരു നല്ല കയറ്റുണ്ട്, അതുകൊണ്ട് കുറച്ച് പാടണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല വഴി. ഹോട്ടാണോടാ? ഹോട്ടാണോ കോൾഡോ? കോൾഡാ, തെർമലല്ല. ഇവിടെ ഒരു ചെറിയ സ്ട്രീം ഉണ്ടായിരുന്നു, അപ്പോൾ നീര് പോയിട്ട് ഒച്ച ചെയ്ത് നോക്കുക ഹോട്ട് സ്പ്രിങ്സ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ കയറുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നാ കേൾക്കുന്നില്ലേ? ഫുൾ ബേർഡ്സിൻ്റെ സൗണ്ട്. എന്താ രസം എന്നറിയോ? പക്ഷെ നമുക്ക് കുറേ നേരം കേട്ടോണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകണ്ടേ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാക്സിമം മിണ്ടാണ്ട് നടന്നാൽ തന്നെ ഒരു രസമാണ്. ഞാൻ വീഡിയോ എടുത്തില്ല, താഴേക്ക് എനിക്ക് തോന്നി എന്തെങ്കിലും അങ്ങനത്തെ ആയിരിക്കും. എന്താണ്? കേറിക്കോ 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 കേറിക്കോ. നോക്ക്, മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്നത്.
ഇപ്പോൾ ഈ കല്ല് പെറുക്കി വെക്കാൻ വേണ്ടി നിന്നില്ലേ, അങ്ങനെ നിൽക്കുന്നത് ശരിക്കും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കയറി മടുത്ത് ഇതുപോലെ തോന്നും. ഇപ്പം ശരിക്കും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ, പക്ഷേ നമ്മൾ നല്ല താഴേന്ന് നല്ല കയറ്റാണേ. അപ്പോൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ നീലും കയറുമല്ലേ, അപ്പോൾ ഓനും എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗെയിംസൊക്കെ ചുമ്മാ കല്ല് പെറുക്കി വെക്കുന്നതോ കമ്പെടുത്തെറിയുന്നതോ ഒക്കെ പിള്ളേർക്കൊരു എൻജോയ് ചെയ്യാനൊരു സമയവും കിട്ടും. കൈ കൂടി എടുത്തിട്ട് അതെന്താ വെച്ചാല് സ്വിസ് ഫ്ലാഗ് കണ്ടുപിടിക്കുകയാണ്. ബാൽ ഓൾറെഡി കണ്ട് ഇതിലെ സ്പോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാ. കണ്ടോ? കിട്ടിയോ? ഇല്ല. ഞങ്ങൾ കയറി ഇനി കയറ്റാൻ തീരാനായി. കുറച്ചും കൂടെ മാത്രം കയറിയാൽ ഇനി ബാക്കി മൊത്തം താഴേക്കാ. ഓ, മൊത്തം താഴേക്കല്ല, പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ച് നേരത്തേക്ക് താഴേക്കുണ്ട്. ഓ, അപ്പ ഫൗണ്ട് വാട്ട്? അപ്പക്ക് ഗോൾഡ് കിട്ടി പോലും. നോക്കാം. എന്നാ എനിക്കൊരു മാലയും ഒരു കമ്മലും ഉണ്ടാക്കണേ. അത്രയും ഗോൾഡ് കിട്ടിയോ? എത്ര കിട്ടി? ഇതാണ് ബാലിന് കിട്ടിയ ഗോൾഡ്. ഹാർഡാണ്. പ്രസ് ചെയ്ത് നോക്കിക്കേ. ഒരെണ്ണം എടുത്തു കൊടുക്കുമ്പോ കൈ എൻ്റെ വായിലൊന്നും ഇടണ്ട കേട്ടോ മോനെ. പ്രസ് ചെയ്ത ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടോ? നോക്കട്ടെ അമ്മയ്ക്ക് എന്തരോടാ. ആ നേരാ, ശരിക്കും നല്ല മണം. പക്ഷെ ഇപ്പോ ക്യാമറയുടെ ബട്ടൺ ഞെക്കാൻ പറ്റൂല. ഈ കൈയും കൊണ്ടാണ് പ്രസ് ചെയ്ത്, അതുകൊണ്ട് ക്യാമറയുടെ ബട്ടൺ നോക്ക്. പക്ഷെ അടിപൊളി മണം. ആ നല്ല മണം. ഇത് നോക്കിക്കേ എന്റെ ക്യാമറയില്. വല്ല നോക്കട്ടെ. അപ്പൊ പറഞ്ഞത് ഫുൾ തെറ്റിപ്പോയി മോനെ. താഴേക്കല്ല, വീണ്ടും മുകളിലേക്ക് തന്നെ. അങ്ങനെ നമുക്കിനി 100 മീറ്റർ കൂടെ കഴിഞ്ഞാൽ ചെക്ക് പോയിന്റ് എത്തൂലേ. ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നീലിന് കിട്ടിയൊരു സാധനം, ഒരു ഇത് കല്ലല്ല, ഇത് മറ്റേ മരം പൊട്ടി വീണതിൻ്റെ കഷ്ണമാണേ. അപ്പോൾ ഈ നീലിൻ്റെ കൂടെ ഇങ്ങനെ ഹൈക്കിങ്ങിനാണെങ്കിലും എവിടെയെങ്കിലും പോകാനൊക്കെ തുടങ്ങി നീലിനൊരു ഓർമ്മ വെച്ചപ്പോൾ മുതൽ നമ്മൾ എവിടെ പോയാലും കല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷിയുടെ തൂവലോ ചിലപ്പോൾ ചില ഫ്ലവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വടിയുടെ കഷ്ണമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നല്ലേ ബട്ടണായിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും സാധനം വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ആ പാത്രം നിറയെ നയിക്കുന്ന കല്ലും കമ്പും കാരണം. പക്ഷെ ഒരു രസമാണ് അതൊക്കെ കാണുമ്പോൾ. കുറേ ഇതൊക്കെ ചെയ്യുമ്പോഴേ പിള്ളേരിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് ഇവിടെയാണ് ചെക്ക് പോയിൻ്റ് എന്ന് തോന്നുന്നു. ഏകദേശം 100 മീറ്ററും കൂടെ കണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇനി കുറച്ചും കൂടെയല്ലോ. ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു ബെഞ്ച് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ്. സഞ്ചാരി ഫസ്റ്റ് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് നടത്താൻ തുടങ്ങി. ഇനി മിക്കവാറും
സെക്കൻഡ് ചെക്ക് പോയിന്റിൽ നിന്ന് കാണാം. ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പെൻസിലിൻ്റെ ഷേപ്പിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ടിപ്പ് ഇതാണ്. നമ്മൾ എവിടെ പോയാലും ഫുഡ് നമ്മൾ തന്നെ ക്യാരി ചെയ്യുക. പിന്നെ സ്റ്റേക്കും ഫുഡിനുമാണ് ഇവിടെ ഏറ്റവും പൈസ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടി പോകലാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നൂഡിൽസോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുത്ത് ഏതെങ്കിലും പാറയുടെ മുകളിൽ നിന്ന് കഴിക്കും. നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. നല്ലൊരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചു. നീരിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കണ്ടു ഞങ്ങൾ. അതുകൊണ്ട് ഉറപ്പിക്കാം ഇത് കുറച്ച് നല്ല സേഫ് വഴിയാണ്. നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ല വഴിയാണോ സേഫാണോ. അവളുടെ ഹൗസാണോ? അയ്യോ, അപ്പം ഇത് ശരിക്കുള്ള വഴിയല്ലേ? അവരോട് ചോദിച്ചാലോ? അത് ശരിക്കും ഒരു സ്റ്റോണാണ്. നമുക്ക് അങ്ങനെ കാണിക്കില്ല, അപ്പോൾ സൂം ആവൂല. അവിടെ നിൽക്ക്. അത് കണ്ടോ, അതിന്റെ ഷേപ്പ് കണ്ടോ? ശരിക്കും ഒരു ഐസ്ക്രീം ഷേപ്പ്. കഷ്ടായിപ്പോയി. ഞങ്ങൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറിക്കഴിഞ്ഞത് ഈ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെയും എടുത്തു ബ്രേക്ക്. ഫുഡ് കഴിച്ചെടുത്തും ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ എടുത്തു ബ്രേക്ക്. കാരണം ഇവിടെ ബ്രേക്ക് എടുക്കാതെ എങ്ങനെ പോകാൻ പറ്റും? അമ്മാതിരി സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം നിന്നു, വർത്താനം പറഞ്ഞ് കുറേ നേരം പൈൻ കോൺ പെറുക്കി കളിച്ചു. നീലാണെ കേവ് മാൻ ആണെന്ന് പറഞ്ഞ് ഫയർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു സ്ഥലം. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു മരം ഇങ്ങനെ ഒടിയുന്ന സൗണ്ട്. നമ്മൾ ഓടി. അതിൻ്റെ ഇടയ്ക്ക് ബാലിൻ്റെ ഫോൺ താഴെ പോയി. പിന്നെ എടുത്ത് വീണ്ടും ഓടി. ഇത് കുറച്ചൊരു നല്ല റിസ്ക്കുള്ള ഏരിയ ആണ്. ഇതാ ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ? വഴിയിൽ ഇങ്ങനെ മഞ്ഞ് വന്ന് ഫോളോ ചെയ്ത് ഇതെന്താ അറിയില്ല. നമ്മൾ മിക്കവാറും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയിട്ട് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. നോക്കട്ടെ. നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈ ഏരിയ കുറച്ച് ഫാസ്റ്റാക്കി നടക്കണം പോലും. നടക്കട്ടെ കുറച്ചും കൂടി. ഇങ്ങനത്തെ വഴിയായി. ഫുള്ള് സൈഡിൽ സ്നോ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പരാജിതരായിരിക്കുന്നു ഗൈസ്. നമുക്ക് പോകാൻ പറ്റില്ല, ഇത് ഫുൾ ബ്ലോക്കാ. അയ്യോ, ഇതെന്താണോ ഇത്? എൻ്റെ ഭഗവാനെ, നമുക്ക് വെരി ഡേഞ്ചറസ്. പോവാം, അങ്ങോട്ട് പോകണ്ട, വേണ്ട. ഞങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു, പക്ഷെ ഓപ്പൺ ആണെന്നുള്ള പോലെ ഇന്നലെ കാണിച്ചാൽ ഇനി ചിലപ്പോൾ ഇന്ന് രാവിലെ നടന്നായിരിക്കും ഇത്. ബാഡോ, നമുക്ക് അധികം താമസിക്കാതെ ഇറങ്ങാൻ നോക്കാം. ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നീലയും കൊണ്ട് എന്താണേലും ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. എന്താ പോലെ നീലയും കൊണ്ട് പറ്റില്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നോക്കായിരുന്നു. നീലയും കൊണ്ട് എന്താണെങ്കിലും പറ്റില്ല, പിള്ളേരുള്ളപ്പോൾ. പിന്നെ ഇനി താഴേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഓടി അവിടുന്ന് കാരണം അവിടെ ചെന്നപ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള റിസ്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറക്കാൻ നല്ലോണം സ്പീഡിൽ ഓടി. അങ്ങനെ ചന്തുവിനെ തൊപ്പിക്കാനാവില്ല മക്കളെ. ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറൊരു വഴി കണ്ടുപിടിച്ചു. ഇത് കുറച്ചിങ്ങനെ ഇതിൻ്റെ അകത്തോടെ കുറച്ചിങ്ങനെ ഇറക്കത്തിലുള്ള വഴിയാണ്. നമ്മുടെ പരിപാടി മൊത്തം ബ്ലോക്ക്. ഒരു മരം വീണ് കിടപ്പുണ്ട്, കണ്ട. നീലതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇരുന്ന് നിരങ്ങി ക്രോസ് ചെയ്യണം. എൻ്റെ ഈശ്വര, മതി അടുത്ത മരം വീണ് കിടപ്പുണ്ട്. ഇതൊരു 1.5 പരിപാടി ആയിപ്പോയിട്ടവൾ. താഴെ റോഡ് കാണുന്നുണ്ട്, അവിടേക്കൊന്ന് എത്തിയാൽ പിന്നെ സമാധാനമാണ്.
ഇത് നോക്ക്, ഒടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. മേരി മാതാ. സന്തോഷം സന്തോഷം സന്തോഷം. എത്തി എത്തി, താഴം കാണാൻ തുടങ്ങി. ഇനി പേടിക്കാനില്ല. Guys, this worry was actually closed. From the there crayon to here, it was actually closed. But Yeah. we didn't know because there it wasn't blocked. യാ, ഓൻ പറഞ്ഞത് നമ്മൾ ആ മുകളിലൊരു പെൻസിലിരുന്ന് അവിടെ മുതൽ താഴേക്കാണ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്, വേറെ വഴി എടുത്തത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ബ്ലോക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വരുമ്പോൾ ഒക്കെ ഈ മരം വീണ് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നും, അതാകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യണമല്ലോ എന്നുള്ള പോലെ. പക്ഷേ ഇവിടെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് കയറി പോകുന്നിടത്ത് 2 കല്ലൊക്കെ എടുത്ത് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. എന്താണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അമ്മേ, ഇന്നത്തെ ഹൈക്ക് ഫുള്ളൊരു യാ, ശരിക്കും അറിയാണ്ടാണേലും നമ്മൾ നമ്മുടെ ഹൈക്കൊന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പ്ലാനാണെന്ന്. അല്ല, ഇവിടെ അടുത്ത് ഒരു ഹോട്ട് സ്പ്രിങ് കാണാൻ തോന്നുന്നു. ഒരു മറ്റേ ഏതാണെന്നറിയില്ല, അതൊന്ന് പോയി നോക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് സമാധാനമുണ്ട്, ഇവിടെ ആൾക്കാരെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമുള്ള ഫീല്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇത്. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ചു എന്താണേലും ഒരു ഹോട്ട് സ്പ്രിങ് ആണെങ്കിൽ ഒരു ഹോട്ട് സ്പ്രിങ് എങ്കിലും കണ്ടിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നേ. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നില്ലെങ്കിലും ആക്ച്വലി നമ്മൾ പ്ലാനിൽ എന്തായിരുന്നോ നമ്മുടെ മെയിൻ കാര്യം, അവിടെ അവസാനം നമുക്കത് ചെയ്യാൻ പറ്റി. അത് നമ്മൾ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നൂലിക്കെട്ടി മോളിൽ നിന്ന് ആരോ ഇറക്കി തന്ന പോലെ, ഇത്രയും ബുദ്ധിമുട്ടിയില്ല, ഇനി കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള പോലെ. അതും പാവം നീലാണെങ്കിൽ രാവിലെ മുതൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ആ കപ്പിയിൽ വെള്ളം കോരുന്ന ബക്കറ്റിൽ വെള്ളം കോരുന്നത് നടക്കുമോ എന്നങ്ങനെ. അവസാനം അവിടെ എത്തി ഞങ്ങൾ. ഇതുപോലെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലൊക്കെ കിണറ്റിൽ വെള്ളം കോരും. ഇപ്പോഴും കിണറ്റിൽ ഇതുപോലെ മറ്റേ തൊട്ടിയിൽ വെള്ളം കോരും. അപ്പോൾ അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഹോട്ട് സ്പ്രിങ്. അവർ ഈ സൈഡിൽ കെട്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ശരിക്കും അവിടുത്തെ ഒരു ഹോട്ട് സ്പ്രിങ്. അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതുപോലെ വെള്ളം ബക്കറ്റല്ല ഈ തൊട്ടിയിൽ കോരിയെടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഇത്രയും നേരം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലായിരുന്നു. അത് 51 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ തൊട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ തൊട്ടപ്പോഴാണ് ശരിക്കും ഇത് 51 ഡിഗ്രി ആണ് എന്നുള്ള. അപ്പോൾ ഇത് തണുപ്പ് കാലത്ത് വന്നാൽ വേറെ ലെവലായിരിക്കും കേട്ടോ ഇവിടെ. പിന്നെ എനിക്ക് നീല എത്ര കോരിയിട്ടും മതിയാവുന്നില്ല. നീല ഒരു 5 തവണയും ഞാനൊരു 5 തവണയും കോരിയിട്ടുണ്ട്. മാറി മാറി കോരുക, താഴേക്ക് വിടുക, കോരുക. അങ്ങനെ വെള്ളം വന്ന് ചുമ്മാ തൊട്ട് നോക്കും, വീണ്ടും നമ്മൾ താഴേക്ക് വിടും. നല്ല രസമായിരുന്നു അതെന്താണേലും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ ഒരു 200 മീറ്റർ സ്ട്രെയിറ്റ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഈ വെള്ളച്ചാട്ടം അതിങ്ങനെ ഈ പാറയുടെ ഇടുക്കലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട്, ഈ ഒരു ചെറിയ റിവറായിരിക്കും, ഈ റിവർ ഇങ്ങനെ ഒഴുകി വന്നിട്ട് അത് അവിടുത്തെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഈ പാറക്കിടയ്ക്കോട്ട് വീഴുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഇതൊന്നും നമ്മുടെ പ്ലാനിൽ എഴുതിയിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കണ്ടോ, നമ്മൾ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുത് കാണാൻ പറ്റും. അപ്പോൾ ഉദ്ദേശിച്ച വഴി കൂടി ഒന്നും അല്ല വന്നെങ്കിലും കാണേണ്ട കാര്യമെല്ലാം കണ്ടു. ഈ ഓർജുൻ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഓർജുൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ള പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഈ നാരോ പാത്തിലൂടെ റിവർ ഒഴുകുന്നതിനെയാണ്. അതും നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾഡ് തെർമൽ സ്പ്രിങ് ഉണ്ടോടോ? ചൂടുവെള്ളമാണോ? ചൂടാണോ? ആണോ? ആണോ? എന്ത് രസമല്ലേ അതൊക്കെ. ഓരോ നാടും ഓരോ പോലെ ഓരോ കഥകൾ പറയും. അങ്ങനെ ലോയ്ക്കോബാദും പറഞ്ഞു എന്നോടൊരു കഥ. ആദ്യം പേടിപ്പെടുത്തുന്ന ഒരു കഥയായിരുന്നു. മഞ്ഞുമല പൊട്ടി വീണ കഥ, മരം ഒടിഞ്ഞു വീണ കഥ. പക്ഷേ അവസാനം ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റി. ലോയ്ക്കോബാദ് അതിൻ്റെ ഫുൾ ഭംഗിയിൽ ആസ്വദിക്കാനും പറ്റി. അങ്ങനെ ഇനി ഒരിക്കൽ ലോയ്ക്കോബാദിലേക്ക് ഒരു വിൻ്ററിൽ ഞങ്ങൾ വരും എന്ന പ്രതീക്ഷയോടെ ലോയ്ക്കോബാദിൽ നിന്നും ബൈ. എന്ന് സ്വന്തം ലക്ഷ്മി.